ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ നമ്മുടെ വാഗമണ് പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രാവിലെ ആട്ടോ പോയത്. വെളുപ്പിനൊരു 5:45, 6 മണി അറൗണ്ട് ഒരു ടൈമിൽ ഞങ്ങൾ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് സൺറൈസ് കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമ്മുടെ കൂടെ പപ്പ, അമ്മ, പിന്നെ ഞാൻ, എൻ്റെ അനിയൻ, പിന്നെ എൻ്റെ സ്കൂബിക്കുട്ടൻ, ഞങ്ങൾ ഇത്ര പേരാട്ടോ പോയത്. ഇത് കണ്ടോ, നമ്മൾ പോകുന്ന റൂട്ടെന്ന് വെച്ചാൽ എന്താ പറയുക, നല്ലൊരു സൂപ്പർ വഴിയായിരുന്നു. നല്ല രസമായിരുന്നു. നല്ല ഒത്തിരി റോഡിൽ നമുക്ക് കാണാൻ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് വെൽവെറ്റ് വിരിച്ച പോലെ, വെൽവെറ്റിൻ്റെ തുണി പോലെ, അതുപോലെ നമുക്കിങ്ങനെ ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ തേയിലത്തോട്ടങ്ങൾ. അതുപോലെ നല്ല നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. പക്ഷേ വീഡിയോസ് എൻ്റെ കയ്യിലുണ്ടെങ്കിലും അതൊക്കെ ഭയങ്കര ഷേക്കിംഗ് ആയിരുന്നു. കാരണം നമ്മൾ വണ്ടിയിലിരുന്ന് എടുത്തുകൊണ്ട് തന്നെ നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തപ്പിപ്പിടിച്ച് ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങളുടെ മൊട്ടക്കുന്നെത്തി. മൊട്ടക്കുന്ന് എന്ന് പറയുന്ന പോലെ തന്നെ ഈ കുന്നൊക്കെ കണ്ടോ, മുട്ടേൻ്റെ പോലെ തന്നെ ഇരിക്കണേ. മുട്ടേൻ്റെ മേലത്തെ ഭാഗം ഇരിക്കത്തില്ലേ, അതുപോലെ തന്നെയാണ് മുട്ടക്കുന്ന് ഇരിക്കണേ. അതുകൊണ്ടാണ് തോന്നുന്നു അതിന് മുട്ടക്കുന്നെന്ന് പേര് കിട്ടിയത്. അത് നമ്മുടെ സ്കൂബിക്കുട്ടിന് നമ്മൾ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചാണ് പോയത്. എവിടെ പോയാലും നമ്മുടെ സ്കൂബിക്കുട്ടിന് ഇഷ്ടം പോലെ ഫാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങൾ കയാക്കിങ്ങിനാട്ടോ പോയത്. കയാക്കിങ്ങിന് പോയിട്ട് നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് സിപ്പ് ലൈനിൻ്റെ ഇതാട്ടോ, എൻഡ് പോയിൻ്റ് ആണ് ആ കാണുന്നത്. ഞാനും എൻ്റെ അനിയനും കൂടിയാണ് പോയത്. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് അറിയായിരുന്നു, വലിയ കാര്യമായിട്ട് അറിയില്ല, ചെറുതായിട്ട് അറിയാമായിരുന്നു. പോയപ്പോഴേക്കും അനിയനും ഒരുവിധം പഠിച്ചെന്ന് പറയാം കയാക്കിങ്. ഞങ്ങൾ ട്രിപ്പിന് പോയി കഴിഞ്ഞപ്പോൾ, കോളേജിൽ നിന്ന് ട്രിപ്പിന് പോയി കഴിഞ്ഞപ്പോൾ അർജുനും ഗിരീഷൊക്കെ പറഞ്ഞു തന്നൊരു ഒരു ഇതിൽ അങ്ങോട്ട് അവിടെ ചെയ്ത് പഠിച്ചതിൻ്റെ ഒരു ഇതിൽ ഇവിടെയും ചെയ്ത് നോക്കിയതാണ്. സംഭവം സെറ്റായിട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ പോയത് വാഗമണിൽ തന്നെയുള്ള ഒരു അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. അപ്പോൾ ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഒരുവിധം നല്ല ട്രെൻഡിങ് ആയിരുന്നൊരു ടൈമായിരുന്നത്. അപ്പോൾ നമുക്കും ആഗ്രഹം ഉണ്ടായിരുന്നു പോകണമെന്ന്, പക്ഷെ നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പോയ ടൈമെന്ന് വെച്ചാൽ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ പറയാം. ഒരു ക്രൗഡ് ഫീൽ ചെയ്യാണ്ട് നല്ലൊരു എന്താ പറയുക, നല്ല പീസ്ഫുള്ളായിട്ട് എൻജോയ് ചെയ്തതെല്ലാം. അപ്പോൾ നമ്മൾ കയറി വന്നോടത്ത് ഇങ്ങനെ പച്ച കളർ മാറ്റ് വിരിച്ചിട്ടില്ലേ, ആ മാറ്റിന് മാത്രമാണ് ചൂടുള്ളൂ. അത്യാവശ്യം വെയിലൊക്കെ തെളിഞ്ഞൊരു ടൈമായിരുന്നു. ഇതിങ്ങനെ മഞ്ഞ് മൂടിക്കുന്ന ടൈമിൽ ചെല്ലണം, നല്ല വ്യൂ ആയിരിക്കും അല്ലേ. എന്തൊരു ഇത്ര ടൈം വരെ ഇവിടെയൊക്കെ എൻട്രൻസ് ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ ആ പച്ച വിരിച്ച സ്ഥലം മാത്രമാണ് ചൂടായിട്ടുള്ളൂ, ബാക്കി ഗ്ലാസ്സിന് ഒട്ടും ചൂടില്ല. അപ്പം ഞാൻ അങ്ങനെ വീഡിയോ എടുക്കണ പപ്പ, നീ എന്നെയും കൂടി എടുക്കടി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നടന്നു വരാമായിരുന്നു. അതിങ്ങനെ പിന്നെ അനിയൻ പറയും, നീ ഫോണിൽ നോക്കി നടക്കാണ്ട് താഴെ നോക്കി നടക്കുന്നു പറഞ്ഞിട്ട്. അങ്ങനെ നല്ല വ്യൂ ആട്ടോ, നല്ല രസമാട്ടോ ഇത് കാണാനായിട്ട്. നമുക്കിങ്ങനെ പെട്ടെന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഫീൽ ചെയ്യുമെങ്കിലും, പക്ഷേ ഞാൻ പ്രതീക്ഷ അത്ര പേടി എനിക്ക് ഉണ്ടായിരുന്നില്ല സത്യത്തിൽ. കാരണം എന്താണെന്നറിയില്ല, അത്ര പേടിക്കാനൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ക്ലാമ്പില്ലേ, അതിങ്ങനെ ഈ കാറ്റത്ത് ഇങ്ങനെ അനങ്ങുമ്പോൾ ചെറുതായിട്ടിങ്ങനെ നമുക്ക് ഒച്ച കേൾക്കാൻ പറ്റും. ഇതിങ്ങനെ എന്താ പറയുക, ക്ലാമ്പിലിങ്ങനെ നിൽക്കണമല്ലോ. ഇതൊരിക്കലും താഴത്തേക്കൊന്നും പോകത്തില്ലെങ്കിലും പക്ഷെ നമുക്ക് പേടി ഉണ്ടാവുമല്ലോ. അങ്ങനെ ചെറിയ പേടി ഉണ്ടാകുന്നുള്ളൂ. പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ ആ പേടിയൊക്കെ പോയി. പിന്നെ ആ കയറേൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇതൊക്കെ കാണാനുള്ളൊരു ഇതായിരുന്നു. നമുക്ക് കുറേ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടാണ്. പറഞ്ഞില്ലേ തിരക്ക് കുറവായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ പിക്കുകൾ കിട്ടിയായിരുന്നു. അപ്പോൾ ഇതെൻ്റെ അമ്മയും അനിയനും. ഞങ്ങൾക്ക് ഒരുപാട് പിക്ക് എടുക്കാൻ പറ്റി. അങ്ങനത്തെ ഗ്ലാസ് ബ്രിഡ്ജ് നമ്മൾ കണ്ടു. ഇതിൻ്റെ അപ്പുറത്തിപ്പുറത്തൊക്കെ ആയിട്ട് കുറേ കുന്നുകളുണ്ട്. ഇതാട്ടെ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ നമ്മൾ സൈഡിൽ നോക്കുന്ന വ്യൂ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പൈൻ ഫോറസ്റ്റിലേക്കാട്ടോ പോയത്. നമ്മൾ വാഗമൺ പോയ പൈൻ ഫോറസ്റ്റ് പോയില്ലെങ്കിൽ ട്രിപ്പ് കംപ്ലീറ്റ് ആവില്ലല്ലോ. മെയിനായിട്ട് 2-3 സ്ഥലമാണ് പൈൻ ഫോറസ്റ്റ്. പണ്ട് തൊട്ട് പോകുന്നൊരു സ്ഥലമാണ് പൈൻ ഫോറസ്റ്റും പിന്നെ നമ്മുടെ മൊട്ടക്കുന്നും. അങ്ങനെ നമ്മൾ ഈ 2 സ്പോട്ട് നമ്മൾ കവർ ചെയ്തിട്ട് ലാസ്റ്റ് ആയിട്ട് നമ്മുടെ പൈൻ ഫോറസ്റ്റിലേക്ക് പോയേ. അവിടെ ചെന്നതിപ്പോൾ സ്കൂബിയുടെ ഫാൻസ് ആയിരുന്നു മൊത്തം. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. ഇവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു, പക്ഷെ ഓക്കെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഫാമിലി ആയിട്ട് നമ്മൾ പോകുന്ന എവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്ന് പറയണ പോലെ. അങ്ങനെ നമ്മുടെ ട്രിപ്പ് കം ടു ആൻ എൻഡ് പോയിൻ്റ് എത്തി കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ടാറ്റാ.